മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര ജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ പോലെ
രാജ്യഭരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകർത്താവിനോടുകൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഏറ്റവും വലിയൊരു ദുഃഖത്തിൻ്റെ അവസ്ഥയാണ് നമ്മളെല്ലാവരും തന്നെ. ഒത്തിരി വാക്കുകൾക്കൊന്നും ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. നിശബ്ദമായി പരസ്പരം കൈചേർത്ത് പിടിച്ച് ഇങ്ങനെ ദുഃഖത്തിൽ ആയിത്തീരുക, പരസ്പരം ആശ്വസിപ്പിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും. ആവിലായിൽ അമ്മത്രേസ്യ പറയുന്നൊരു വാചകമുണ്ട്: ദൈവം താൻ സ്നേഹിക്കുന്നവരോട് ഏറ്റവും ക്രൂരമായി വർത്തിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവരോട് ഏറ്റവും ക്രൂരമായി വർത്തിക്കുന്നു. പിന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഒരുപക്ഷെ തൻ്റെ പ്രിയപുത്രനോട് ചെയ്തതിനേക്കാളും വളരെ കുറച്ചായിട്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പം ഒത്തിരി ദുഃഖമുണ്ട്. ദൈവത്തോട് നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ അന്യായത്? മനുഷ്യരെയൊക്കെ ദുഃഖങ്ങളിൽ ദൈവം ഇത്ര സന്തോഷിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ കവർന്നെടുക്കുവാൻ മാത്രം ദൈവം എന്തുമാത്രം ക്രൂരനാണ് എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരുപക്ഷെ തൻ്റെ പ്രിയപുത്രൻ്റെ നിലവിളിക്ക് മുമ്പിൽ, പിതാവെ നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള നിലവിളിക്ക് മുമ്പിൽ നിശബ്ദമായിരുന്ന ഒരു തമ്പുരാൻ തന്നെ ഈ നിമിഷം ഇപ്പോഴും ഇവിടെയും നമ്മുടെ ദുഃഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മോട് ചേർന്നുകൊണ്ട് ഇവിടെ നിശബ്ദമായി ഒന്നിനും ഉത്തരം തരാതെ ഇവിടെ നിൽക്കേണ്ടതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. ദൈവം ഒരിക്കലും നമ്മളോട് ക്രൂരമായി വർത്തിക്കുന്നില്ല. ദൈവം ഒരിക്കലും നമ്മോട് സ്നേഹമില്ലാതെ വർത്തിക്കുന്നില്ല. മറിച്ച് തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ തമ്പുരാൻ്റെ ഒരു പദ്ധതി ഒരുക്കിയെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ദുഃഖത്തിലും ഇതിലും തമ്പുരാൻ്റെ ഉള്ളിൽ വലിയൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ഈ ഭൂമിയുടെ നിലനിൽപ്പിൽ സ്വതം ഗോമാർ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ഭൂമിയിൽ നന്മയുള്ള മനുഷ്യരെ അന്വേഷിക്കുന്നുണ്ട്. ഒരു 10 മനുഷ്യരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ലെന്ന് ദൈവം അബ്രാഹത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ നന്മയുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ